കൊച്ചി ടു ഗുരുവായൂർ ട്രിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. രാവിലെ 9:30ക്ക് എടപ്പള്ളിയിൽ നിന്ന് ഞങ്ങൾ ഗുരുവായൂരിലേക്ക് ബസ് കയറി. ജില്ലയുടെ പല ഭാഗത്തു നിന്നും ഗുരുവായൂരിലേക്ക് നമുക്ക് ട്രെയിൻ സൗകര്യം അവൈലബിൾ ആണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷത്തെ ദർശനമാണ് പ്ലാൻ ചെയ്തതുകൊണ്ടും മാത്രമല്ല രാവിലെ 10 മണിക്ക് ശേഷം ഗുരുവായൂരിലേക്ക് വേറൊരു ട്രെയിൻ ഇല്ലാത്തതുകൊണ്ടും ആണ് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ട് രാവിലെ ഇറങ്ങിയത്. ഗുരുവായൂർ പോകുന്നവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. അവധി ദിവസങ്ങളിലായിട്ടുള്ള ശനി ഞായർ ദിവസങ്ങളിൽ പോവാണ്ടിരിക്കുക എന്നുള്ളൊരു പൊതു കാര്യം ഇനി പറയുന്നതിൽ അർത്ഥമില്ല. അതും ഗുരുവായൂർ പോലത്തെ ഒരു അമ്പലത്തിൽ. ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ദർശനത്തിന് വേണ്ടി കൂടുതൽ ഫോക്കസ് ചെയ്യുക. പൊതുവെ ആളുകൾ കുറവായിരിക്കും. ഏകദേശം 2.25 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിറങ്ങി. ഗുരുവായൂർ അമ്പലത്തിന്റെ ദർശന സമയം എന്ന് പറയുന്നത് പുലർച്ചെ 3 മണി തുടങ്ങി ഉച്ചയ്ക്ക് 2 മണി വരെയും ഉച്ചയ്ക്ക് ശേഷമുള്ള ദർശനം 3:30 തുടങ്ങി രാത്രി 10 മണിയും വരെയാണ്. ഈ ഭാഗത്തായിട്ട് ആനനെ കാണാറുണ്ടായിരുന്നു. എന്തോ ഇപ്രാവശ്യം ഒന്നിനെയും കണ്ടില്ല. ബസ് ഇറങ്ങി ഞങ്ങൾ ആദ്യം ചെന്നത് അന്നലക്ഷ്മി ഹാൾ അന്വേഷിച്ചിട്ടാണ്. അമ്പലത്തിന്റെ വടക്കേ നടയുടെ ഭാഗത്തായിട്ടാണ് അന്നലക്ഷ്മി ഹാളിലേക്കുള്ള വരി നിൽക്കുന്നത്. വർഷത്തിൽ 365 ദിവസം അവിടെ അന്നദാനം നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഒരു 12 മണിയോട് അടുപ്പിച്ച് ഞങ്ങൾ വരി നിൽക്കാൻ തുടങ്ങി. പ്രതീക്ഷയിലും നേരത്തെ തന്നെ വരി മുന്നോട്ട് നീങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം, ഫുഡ് കഴിക്കാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് അന്നലക്ഷ്മി ഹാളിലേക്ക് പോകുന്ന സമയത്ത് മുണ്ടെടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ചെരുപ്പ് ധരിക്കാൻ പറ്റില്ല. ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ച് മരത്തിന്റെ ചുവട്ടിൽ ഇതുപോലെ കാറ്റും കൊണ്ടിരിക്കാൻ ഭയങ്കര സുഖം. ഞങ്ങൾക്ക് ഒരുപാട് സമയം അവൈലബിൾ ആയിരുന്നു. കാരണം ഉച്ചയ്ക്ക് ശേഷമുള്ള ദർശനം ഇനി 3:30 തുടങ്ങും. കാറ്റും കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ മുന്നിലുള്ള ഇങ്ങനൊരു സാധനം ഞാൻ ശ്രദ്ധിച്ചത്. പണ്ടെപ്പോഴും 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ ഞാൻ ഇതേപോലെ ഒരു പടം കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും അതിന്റെ പേര് ഓർമ്മ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പർപ്പസ് അറിയായിരുന്നു. പണ്ട് കാലങ്ങളിൽ ദൂരയാത്രയ്ക്ക് നടന്നു പോകുന്ന ആളുകൾ ഓരോ ഗ്രാമങ്ങളിൽ എത്തുന്ന സമയത്ത് അവരുടെ തലയിലുള്ള ചുമട് താങ്ങി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെറ്റപ്പാണ് ഈ ഒരു സാധനം. ഇതിന്റെ പേരാണ് ചുമട് താങ്ങി അല്ലെങ്കിൽ അത്താണി. പ്രത്യേകിച്ചൊന്നും ഇനി ചെയ്യാനില്ലാത്തത് കൊണ്ട് പോയിട്ട് വരി നിൽക്കാമെന്ന് വിചാരിച്ചു. തെക്കേ നടയുടെ അവിടെ വെച്ചിട്ടാണ് ദർശനത്തിനുള്ള വരി തുടങ്ങുന്നത്. ഏകദേശം 1 മണിയോടടുപ്പിച്ച് ഞങ്ങൾ വരി നിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് ഗുരുവായൂർ അമ്പലത്തിന്റെ ഇപ്പോഴത്തെ വിശേഷം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.